താരസംഘടന അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതകൾക്ക് പിന്തുണയുമായി നടൻ ജഗദീഷ് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും സുരേഷ് ഗോപിയെയും തീരുമാനം അറിയിച്ചു. മൂവരുടെയും പിന്തുണ ലഭിച്ചാൽ താൻ നൽകിയ പത്രിക പിൻവലിക്കും. അതേസമയം ലൈംഗിക ആരോപണ വിധേയനായ ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനെ താരസംഘടനയ്ക്കുള്ളിൽ വ്യാപക പ്രതിഷേധവും ഉയരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ബീന റാണി ചേർന്നുണ്ട്. ബീന, എന്താണ് നിലവിലെ സാഹചര്യം? താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 15-നാണ് നടക്കാൻ പോകുന്നത്. അതിനിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകളും വിവാദങ്ങളും തന്നെ ഉയരുന്ന ഒരു സാഹചര്യമാണ്. അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും തിരിച്ചു വരില്ല എന്ന മോഹൻലാലിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയായിരുന്നു. എന്തായാലും ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെ 6 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. ജഗദീഷ്, ദേവൻ, അനൂപ് ചന്ദ്രൻ, രവീന്ദ്രൻ അടക്കം ശ്വേതാ മേനോൻ അടക്കം 6 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഈ സാഹചര്യത്തിൽ ജഗദീഷ് മത്സരത്തിൽ നിന്നും പിന്മാറാൻ എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതേക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം നടന്നു വരുന്നതേ ഉള്ളൂ. ഒരു വനിതാ പ്രസിഡന്റ് തന്നെ വരട്ടെ എന്ന ഒരു ധാരണയുടെ പേരിലാണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത്. മോഹൻലാലിനോടും മമ്മൂട്ടിയോടും സുരേഷ് ഗോപിയോടും ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം തേടിയിട്ടുണ്ട്. അവരുടെ പിന്തുണയും തേടിയിട്ടുണ്ട്. അത് അവരുടെ അഭിപ്രായം വന്നതിന് ശേഷം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനാണ് ഇപ്പോൾ ജഗദീഷ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും 7 വർഷത്തെ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിന് അസോസിയേഷൻ സ്ഥാനത്തിന് ശേഷം ഭരണസമിതി ഒട്ടാകെ രാജിവെച്ചതോടെയാണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും തെരഞ്ഞെടുപ്പിലേക്ക് വരികയും ചെയ്തത്. എന്തായാലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു വനിത കടന്നു വന്നാൽ അത് വലിയൊരു ചരിത്രമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ബാബുരാജിനെതിരെ വലിയ പരാതിയാണ് താരസംഘടനയ്ക്കുള്ളിൽ തന്നെ ഉയർന്നു വരുന്നത്. അതായത് ബലാത്സംഗ കേസിലെ പ്രതിയാണ് ബാബുരാജ്. ഇത്തരത്തിൽ നേരത്തെ ഇത്തരത്തിൽ ആരോപണം നേരിട്ട പലരും മാറി നിന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ബാബുരാജ് മാറി നിൽക്കാത്തത് എന്നാണ് അംഗങ്ങൾ തന്നെ ചോദിക്കുന്നത്. അതായത് സിറ്റിക്ക് വിജയ് ബാബു, ദിലീപ് തുടങ്ങിയവർ ഇത്തരത്തിൽ ആരോപണം നേരത്തെ നേരിട്ടിരുന്നു. അവരൊക്കെ തന്നെ സംഘടനയിൽ നിന്ന് തന്നെ മാറി നിൽക്കുകയും ഇത്തരത്തിൽ ആരോപണത്തെ പ്രതിരോധിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആരോപണം നിലനിൽക്കെ, ഇല്ലെങ്കിൽ ഒരു കേസ് നിലനിൽക്കെ ബാബുരാജ് ഇപ്പോഴും ഈ രംഗത്ത് സ്ഥാനാർത്ഥിയായി വരാൻ സന്നദ്ധത കാണിക്കുന്ന, അല്ലെങ്കിൽ മാറി നിൽക്കേണ്ടതല്ലേ മര്യാദ എന്ന് തന്നെ പല അംഗങ്ങളും തുറന്നു ചോദിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും താരസംഘടനയുടെ തെരഞ്ഞെടുപ്പ് വലിയ വിവാദത്തിലേക്ക് തന്നെ, മുമ്പ് എങ്ങുമില്ലാത്ത വിധം വലിയ വിവാദത്തിലേക്ക് തന്നെ നീങ്ങുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും ബാബുരാജിനെതിരെ വലിയ സംഘടിതമായ രീതിയിൽ, അതായത് മല്ലിക സുകുമാരൻ, മാല പാർവതി അടക്കമുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട്. വനിതകളുടെ ഭാഗത്തു നിന്ന് തന്നെ വലിയ എതിർപ്പാണ് ബാബുരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് എതിരെ ഇപ്പോൾ നിലവിലുള്ളത്. എന്നാലും 31-ാം തീയതിയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. അന്നത്തെ അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളെല്ലാം തന്നെ ഉണ്ടാവുക. വിഷ്ണു. ശരി, ബീന റാണിയാണ് വിവരങ്ങൾ നൽകിയത്.